ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. സച്ചിയെക്കുറിച്ച് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആതിര അർച്ചനയോട്. സച്ചിയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയാണ് അർച്ചന. ആദ്യമൊക്കെ ഞങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അല്പനേരം പിരിയാൻ പോലും ഞങ്ങളെ കൊണ്ടാകില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടെന്ന് അർച്ചന പറയുമ്പോൾ അതേപോലെ തന്നെ സച്ചി സന്ദീപിനോടും പറയുകയാണ്. നിങ്ങളെ രണ്ടുപേരെയും കണ്ടായിരിക്കും ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുക എന്ന് സന്ദീപും ആതിരയും സച്ചിയോടും അർച്ചനയോടും പറയുകയാണ്. അങ്ങനെ സന്ദീപ് തന്റെ മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് സച്ചി ഉറങ്ങാൻ കിടക്കുന്നുണ്ടെങ്കിലും അർച്ചനയുടെ ഓർമ്മ കാരണം സച്ചിക്ക് ഉറങ്ങാനേ സാധിക്കുന്നില്ല. അർച്ചനയുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു. സച്ചിയുടെ ഓർമ്മകളിൽ അർച്ചനയ്ക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അർച്ചനയുടെ ഫോട്ടോകളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് സച്ചി. തുടർന്ന് സച്ചി രണ്ടും കൽപ്പിച്ച് അർച്ചനയെ വിളിക്കാനായി തന്റെ ഫോൺ എടുക്കുകയാണ്. അതേസമയം അർച്ചനയും സച്ചിയെ വിളിക്കാനായി ഫോൺ എടുക്കുന്നു. രണ്ടുപേരും ഒരേ സമയം പരസ്പരം വിളിക്കുന്നത് കൊണ്ട് തന്നെ കോള് കണക്റ്റ് ആകുന്നില്ല. അങ്ങനെ നിരാശയോടെ രണ്ടുപേരും ഫോൺ മാറ്റി വെക്കുകയാണ്. സച്ചിയുടെ ഓർമ്മയിൽ ഉറങ്ങുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. രാവിലെ തന്നെ ആരോ വന്ന് ബെല്ലടിക്കുകയാണ്. തുടർന്ന് കമല മാഷിനോട് പോയി തുറക്കാൻ പറയുന്നുണ്ടെങ്കിലും എനിക്കെങ്ങും വയ്യ, നീ പോയി തുറക്കാൻ മാഷു പറയുന്നു. അങ്ങനെ കമല പോയി തുറക്കുമ്പോൾ കാണുന്നത് പുറത്തു നിൽക്കുന്ന സച്ചിയെയാണ്. ദേ, സച്ചി മോനാ വന്നിരിക്കുന്നതെന്ന് കമല പറയുമ്പോൾ മാഷും പുറത്തേക്ക് ചെല്ലുന്നു. അല്ല, മോനെന്താ ഇത്ര നേരത്തെയെന്ന് മാഷ് ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, അത് പിന്നെ നിങ്ങളെല്ലാവരും ഉറങ്ങുകയായിരുന്നോ? അതേ മോനെ, ഞങ്ങളാരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, അത് ഞാൻ ജോഗിങ്ങിന് അപ്പുറത്തെ ഗ്രൗണ്ടിലാണ് വന്നത്. അപ്പോൾ കരുതി ഇങ്ങോട്ടേക്കൊന്ന് കയറിയിട്ട് പോകാമെന്ന്. എങ്കിൽ ശരി, ഞാൻ പോവുക. അത്രയും പറഞ്ഞ് ഇറങ്ങാനൊരുങ്ങിയിട്ട് സച്ചി മാഷിനോട് ചോദിക്കുകയാണ്, അല്ല അർച്ചന, മോൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല മോനെ. ഞങ്ങളും ഇപ്പോൾ മോൻ വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റതെന്ന് കമല പറയുന്നു. ശരി, അർച്ചനയോട് പറഞ്ഞാൽ മതി, ഞാൻ പോയിട്ട് വരാമെന്ന് സച്ചി പറയുമ്പോൾ മാഷും ശരിയെന്ന് പറയുന്നു. തുടർന്ന് നിരാശയോടെ സച്ചി പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങുമ്പോൾ മാഷ് പറയുകയാണ്, മോൻ എന്താണെങ്കിലും ഇവിടം വരെ വന്നതല്ലേ, ഒരു കാര്യം ചെയ്, അച്ചുവിനെ കണ്ടിട്ട് പോയാൽ മതി. ഇത് കേൾക്കുന്ന സച്ചി പെട്ടെന്ന് തന്നെ ഓടി അകത്തേക്ക് കയറുകയാണ്. സച്ചിയുടെ ഓട്ടം കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് മാഷ്. ഇത് കാണുന്ന കമല ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? എടി, അപ്പോൾ നിനക്ക് കാര്യമൊന്നും മനസ്സിലായില്ലേ? സച്ചി എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ ജോഗിങ്ങിന് വന്നെന്നല്ലേ അവൻ പറഞ്ഞത്. എൻ്റെ പൊന്നു കമലേ, അവൻ ജോഗിങ്ങിനൊന്നും വന്നതല്ല. നമ്മുടെ അച്ചുമോളെ പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നതാ. ഇത് കേൾക്കുന്ന കമലയും പൊട്ടിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചി അർച്ചനയുടെ മുറിയിലേക്ക് ചെല്ലുന്നതാണ്. അതേസമയം നല്ല ഉറക്കത്തിലായിരുന്നു അർച്ചന. പെട്ടെന്ന് അർച്ചന കണ്ണു തുറന്നു നോക്കുമ്പോൾ മുന്നിൽ സച്ചി നിൽക്കുന്നത് കാണുകയാണ്. തന്റെ സ്വപ്നമാകുമെന്ന് കരുതി അർച്ചന വീണ്ടും കിടന്നുറങ്ങുന്നു. അർച്ചനയുടെ ഉറക്കം ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി സച്ചി കുറച്ചുനേരം അവിടെ നിന്ന് അർച്ചനയെ നോക്കിയിട്ട് തിരികെ മാഷിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഞാൻ ഇറങ്ങുകയാണെന്ന് സച്ചി പറയുമ്പോൾ മാഷ് പറയുകയാണ്, മോനെ ചായ കുടിച്ചിട്ട് പോകാം. കമല മോനും കൂടി ചായ എടുക്കുന്നുണ്ട്. അതൊക്കെ പിന്നീട് ഒരിക്കലാകാം, ഞാൻ വൈകിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുമ്പോൾ കമല ചായയുമായിട്ട് വരുന്നു. അയ്യോ, സച്ചി പോയോ എന്ന് കമല ചോദിക്കുമ്പോൾ അവൻ വന്ന കാര്യം കഴിഞ്ഞില്ലേ, അതുകൊണ്ട് അവൻ പോയെന്ന് മാഷു പറയുന്നു. തുടർന്ന് മാഷു പറയുകയാണ്, എനിക്കിപ്പോഴാ സന്തോഷമായത്. സച്ചി മോൻ എൻ്റെ മോളെ എത്രമാത്രമാണ് സ്നേഹിക്കുന്നത്. ഇത് കേൾക്കുന്ന കമല പറയുകയാണ്, പക്ഷേ എനിക്കിത് കാണുമ്പോൾ ഭയമാ തോന്നുന്നത്. നമ്മുടെ മോൾക്ക് ഒരിക്കൽ കുട്ടികൾ ഉണ്ടാകില്ല എന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞ പിന്നെ ഈ സ്നേഹമൊക്കെ ദേഷ്യമായി മാറും. ഞാൻ കണ്ണടയ്ക്കുന്നത് വരെ ആരും ഈ രഹസ്യം അറിയില്ല എന്ന എൻ്റെ പ്രാർത്ഥന. ഇത് കേൾക്കുന്ന മാഷും കരയുകയാണ്. ഇല്ല, ഞാൻ അതൊന്നും ഓർക്കാനേ ഇഷ്ടപ്പെടുന്നില്ല. അവര് ഇപ്പോഴെങ്ങനെയാണോ അങ്ങനെ തന്നെ ജീവിക്കട്ടെ. മക്കളൊക്കെ എഴുന്നേക്കാൻ സമയമായി, ഇനിയും നീ ഈ കാര്യമൊന്നും പറയണ്ട, അവരാരെങ്കിലും കേട്ടാലോ എന്ന് മാഷ് പറയുമ്പോൾ കമല അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചനയെ കണ്ട് തിരികെ വീട്ടിലേക്ക് വരുന്ന സച്ചിയുടെ അടുത്തേക്ക് അവന്തിക വരികയാണ്. സച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ഏട്ടത്തി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അർച്ചനയെ കുറിച്ചാണ് നിന്നോട് പറയാനുള്ളത്. ഞാനും ഈ വീട്ടുകാരെ നിർബന്ധിച്ചിട്ടല്ലേ നീ വിവാഹം ചെയ്തത്. ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് നിനക്ക് ഈ വിവാഹത്തിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നെന്ന്. എന്താ ഏട്ടത്തി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഡിവോഴ്സിന്റെ കാര്യം ഞാൻ അറിഞ്ഞെന്നും ഇനിയും നിന്നെ കൊണ്ട് പറ്റാത്തൊരു ജീവിതം നീ ജീവിക്കേണ്ടെന്നും അച്ഛനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്നും അവന്തിക പറയുകയാണ്. ഇതൊക്കെ കേട്ട് സച്ചി ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ അവന്തിക പറയുകയാണ്, ഇങ്ങനെ നീ ബുദ്ധിമുട്ടി നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ട, ഞാനായിട്ട് തന്നെ നിങ്ങളുടെ ഡിവോഴ്സ് നടത്തി തരാം. ഇത് കേൾക്കുന്ന സച്ചി അവന്തികയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.